വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ SCERT ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും പരീക്ഷകളിൽ SCERT പഠിക്കാത്തവർക്കായിട്ടും അതുപോലെ തന്നെ പഠിച്ചവർക്കും റിവിഷൻ പോലെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പുതിയ SCERT ക്ലാസ്സുകളും പഴയ SCERT ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ പ്രിലിംസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച SCERT ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓൾറെഡി ക്ലാസ് 5ൻ്റെ 5ാം ക്ലാസ്സിലെ 2 സോഷ്യൽ സയൻസും അതുപോലെ തന്നെ ബേസിക് സയൻസും 2 ചാപ്റ്റർ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി 3ഉം 4ഉം ചാപ്റ്റർ ആണെന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നത് സോഷ്യൽ സയൻസ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്, 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമുക്ക് തൊഴിലിനെ കുറിച്ചിട്ടും വരുമാനത്തെ കുറിച്ചിട്ടൊക്കെ ഉണ്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായിട്ട് പണം ലഭിക്കണം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണത്തെയാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കുറേ തൊഴിലുകളുണ്ട് അല്ലേ. അധ്യാപനമാകട്ടെ, കച്ചവടം, മാതൃസേന, അങ്ങനെ തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതിഫലമായിട്ട് എന്തായിരിക്കും ലഭിക്കുക? പണമായിരിക്കും ലഭിക്കുക. അങ്ങനെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണത്തെയാണ് വരുമാനം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അതായത് പല തൊഴിലുകളിലും ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കുക അല്ലേ. പല തൊഴിലുകളും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ തൊഴിലുകൾക്കൊക്കെ പ്രതിഫലമായിട്ട് പണമാണ് നൽകുന്നത്. അങ്ങനെ പല സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ പണത്തെയാണ് എന്തെന്ന് പറയുന്നത്? വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇത് ആരാണ് എഴുതിയെന്ന് ചോദിക്കാം. ചോദ്യം എന്താണ്? പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്കു പോകും നീ എന്ന് പറയുന്ന വരി ആരുടെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുടെയാണ്? NV കൃഷ്ണവാര്യരുടെയാണ്. NV കൃഷ്ണവാര്യരുടെ ഇതാണ് കേട്ടോ. ചോദിക്കാം കേട്ടോ. പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ എന്ന് പറയുന്ന പദ്യം ആരുടേതാണ്? NV കൃഷ്ണവാര്യരുടേതാണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, വിവിധ തൊഴിലുകളെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കൃഷിയെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കൃഷി എന്ന് പറയുന്നത് ഒരു കായിക തൊഴിൽ. നമുക്ക് കൃഷി എന്ന് പറയുന്നത് എന്താണ്? ഒരു തൊഴിലാണ് അല്ലേ. കൃഷി എന്ന് പറയുന്നത് എന്താണ്? ഒരു തൊഴിലാണ്. അപ്പോൾ നമുക്ക് ഈ മനുഷ്യർ ചെയ്യുന്നത് എന്താണ്? കായികമായ തൊഴിൽ മാത്രമാണ് മനുഷ്യർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. തൊഴിലിൻ്റെ ഡെഫിനിഷനാണ് അവിടെ പറഞ്ഞു വരുന്നത്. വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽ എന്ന് വെച്ചാൽ കായികമായിട്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിൻ്റെ പ്രതിഫലം കൂലിയായോ ശമ്പളമായിട്ടോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? തൊഴിലാണ് വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? കായികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തൊഴിലെന്ന് പറയുന്നത്. തൊഴിലിൻ്റെ പ്രതിഫലം എന്തായിരിക്കാം? കൂലിയായിരിക്കാം അല്ലെങ്കിൽ ശമ്പളമായിരിക്കാം. അങ്ങനെ വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? തൊഴിലാണ്. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. ഇനി കൂലിയും ശമ്പളവും. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. നമുക്കറിയാം അല്ലേ, കൂലി എന്ന് പറയുന്നത് എന്താണ്? ഒരു മുതലാളി തൊഴിലാളികൾക്ക് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത്? കൂലി എന്ന് പറയുന്നത്. സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലത്തെയാണ് കൂലി എന്ന് പറയുന്നത്. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് അല്ലേ. നമുക്കറിയാം അല്ലേ, മണിക്കൂറുകളുടെ നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് നോക്കും? ഒരു ദിവസത്തിന് ഒരു കൂലി എന്നുള്ളതിൽ നിശ്ചയിക്കും അല്ലേ. എന്നാൽ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലത്തെ ശമ്പളം എന്ന് പറയുന്നു. അപ്പോൾ കൂലി ശമ്പളം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കൂലി എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ദിവസക്കൂലി ആവും അല്ലെങ്കിൽ മണിക്കൂർ കൂലിയായിട്ടായിരിക്കാം ലഭിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ലഭിക്കുന്ന പണത്തെയാണെന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത്. ജോലിക്ക് തൊഴിലുടമ നൽകുന്ന ഒരു മാസത്തേക്ക് നൽകുന്നതിനെയാണെന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
ഇനി എന്തൊക്കെ വരുമാന സ്രോതസ്സുകളാണുള്ളത്? നമുക്കറിയാലേ, വരുമാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തൊഴിലാണ്. അതിലൂടെ നമുക്ക് പ്രതിഫലമായിട്ട് കൂലി അല്ലെങ്കിൽ ശമ്പളമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളുടെയാണ് അല്ലേ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളെയാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ അധ്വാനം എന്ന് പറയാം. നമുക്ക് കൃഷി, ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അധ്വാനമായിട്ട് വരും. അതല്ല, ബാങ്ക് നിക്ഷേപങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു വസ്തുവകയാണ് അല്ലേ. അപ്പോൾ ആസ്തികൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു വസ്തുവകയാണ്. അപ്പോൾ അങ്ങനെ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളെയാണെന്ന് പറയുന്നത് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് കൃഷിയിലൂടെ മാത്രം അല്ലെങ്കിൽ നമ്മൾ തൊഴിലിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. അല്ലാതെ നിക്ഷേപങ്ങളിലൂടെയും ആസ്തികൾ അല്ലെങ്കിൽ ഒരു പറമ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനാണ് പറയുന്നത് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. പലതരം ഇതിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, വരുമാന സ്രോതസ്സുകളിലൂടെയാണ് വരുമാനം ലഭിക്കുന്നത് അല്ലേ. ഇനി ആസ്തികൾ എന്ന് വെച്ചാൽ എന്താണ്? ആസ്തികൾ വിവിധ രൂപത്തിലുള്ള ധനവിഭാഗങ്ങളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകളൊക്കെ എന്താണ്, ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. ആസ്തികൾ എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞു, വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ എന്നിവയൊക്കെ എന്താണ്, ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. കെട്ടിടങ്ങളും വസ്തുവകളൊക്കെ എന്താണ്, ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ആസ്തികൾ എന്ന് വെച്ചാൽ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വസ്തുവകൾ, അതായത് നമുക്ക് ധനം ലഭിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അതിനെയാണ് എന്ന് പറയുന്നത് ആസ്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, തൊഴിൽ ആയിരിക്കാം, ബാങ്ക് നിക്ഷേപങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, ആസ്തികളായിരിക്കാം. ആസ്തികൾ എന്ന് പറയുന്നത് എന്താണ്, പ്രധാന വരുമാന സ്രോതസ്സ് തന്നെയാണ്. ആസ്തികൾ എന്ന് പറയുന്നതും എന്താണ്, പ്രധാന വരുമാന സ്രോതസ്സ് തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വരുമാന സ്രോതസ്സ് കൃഷി പറഞ്ഞു അല്ലേ. കൃഷി എന്ന് പറയുന്നത് ഒരു വരുമാന സ്രോതസ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ തൊഴിൽ പറഞ്ഞു അല്ലേ. പിന്നെ ബാങ്ക് നിക്ഷേപങ്ങൾ പറഞ്ഞു, ആസ്തികൾ പറഞ്ഞു, പിന്നെ എന്താണ്, ബിസിനസ് പറഞ്ഞു അല്ലേ. ബിസിനസ് എന്ന് പറയുന്നതും എന്താണ്, ഒരു വരുമാന സ്രോതസ്സാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃഷിയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലഭിക്കുന്നത്, വിളയാണ് ലഭിക്കുന്നത്. തൊഴിലാണെങ്കിൽ കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും. ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ലഭിക്കും, ലാഭം ലഭിക്കും. ബാങ്ക് നിക്ഷേപമാണെങ്കിലോ പലിശ ലഭിക്കും. ആസ്തികളാണെങ്കിൽ വാടക അല്ലെങ്കിൽ പാട്ടം ലഭിക്കും. ഓഹരി നിക്ഷേപങ്ങളാണെന്നുണ്ടെങ്കിൽ ലാഭവിഹിതം ലഭിക്കും. അപ്പോൾ എന്തൊക്കെയാണ്, കൃഷിയിൽ നിന്ന് നമുക്ക് വിള ലഭിക്കും. തൊഴിലിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും, കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും. ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടും. ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് പലിശ ലഭിക്കും. ആസ്തികളിൽ നിന്ന് വാടക അല്ലെങ്കിൽ പാട്ടം ലഭിക്കും. ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതം ലഭിക്കും. ഇനി നമുക്ക് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കില്ലേ. വരുമാന സ്രോതസ്സുകൾ നമ്മൾ പലതുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരേപോലെ തന്നെ വരുമാനമാണ് ലഭിക്കുന്നത്. ഒരേ തുകയാണ് നമുക്ക് ലഭിക്കുന്നതല്ല അല്ലേ. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം നേടാൻ കഴിയും. ഒരു വ്യക്തിക്ക് തന്നെ പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാണെങ്കിൽ ബാങ്ക് നിക്ഷേപം, നമ്മൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, നമ്മൾ ബാങ്കിലിടാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ലാഭം ലഭിക്കില്ലേ, പലിശ ലഭിക്കില്ലേ. അപ്പോൾ അങ്ങനെ പലിശ ലഭിക്കും. അതുപോലെ തന്നെ കൃഷി ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടും. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി, 2 വരുമാന സ്രോതസ്സാണല്ലേ കിട്ടിയത്. 2 വരുമാനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ പറയാം വ്യക്തിഗത വരുമാനം എന്ന് പറയാം. ഇത്തരത്തിൽ തൊഴിലുകളുടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അതായത് തൊഴിൽ ചെയ്യുന്നതിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ തൊഴിലില്ലാതെ നമുക്ക് എന്തെങ്കിലും നിക്ഷേപങ്ങളിലൂടെയും എന്ത് ലഭിക്കും, വരുമാനം ലഭിക്കും. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വ്യക്തിഗത വരുമാനം? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് എന്ന് പറയുന്നത് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടിയിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. നമുക്കറിയാലേ, വ്യക്തിഗത വരുമാനം എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനമാണ്. അങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ വ്യക്തികളുടെയും വരുമാനം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? കുടുംബ വരുമാനം ലഭിക്കും. മനസ്സിലായല്ലോ? വ്യക്തിഗത വരുമാനം വെച്ചാൽ വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം. അതായത് നമുക്ക് ഒരു കൃഷിയാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന കൃഷിയിൽ നിന്ന് ലാഭം ലഭിക്കാം. അതുപോലെ തന്നെ പലിശ നമുക്ക് നിക്ഷേപങ്ങളിൽ കൂടി ലഭിക്കാം. അതെന്ന് പറയുന്നത് ആളുടെ വ്യക്തിഗത വരുമാനമാണ്. അങ്ങനെ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും വരുമാനം കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? കുടുംബ വരുമാനം ലഭിക്കും. മനസ്സിലായല്ലോ? ഇനി തൊഴിലുകൾ വിവിധ തരമുണ്ട് അല്ലേ? നമുക്ക് ഡോക്ടർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫാമിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കാർഷിക തൊഴിലുകൾ എന്ന് വെച്ചാൽ? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയൊക്കെ എന്താണ്? കാർഷിക തൊഴിലുകളാണ്. അപ്പോൾ കാർഷിക തൊഴിലുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കാർഷിക തൊഴിലുകൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുക, കന്നുകാലി വളർത്തുക, മത്സ്യകൃഷി എന്നിവയൊക്കെ എന്താണ്? കാർഷിക തൊഴിലുകളാണ്. എന്നാൽ കാർഷികേതര തൊഴിലുകൾ എന്ന് വെച്ചാൽ എന്താണ്? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാത്തരം തൊഴിലുകളും എന്താണ്? കാർഷികേതര തൊഴിലുകളാണ്. അതായത് വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും അതുപോലെ തന്നെ വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകളൊക്കെ എന്താണ്? കാർഷികേതര തൊഴിലുകളാണ്. കൃഷിയല്ലാതെ കേട്ടോ, കൃഷി ചെയ്യുന്നതല്ലാത്ത തൊഴിലുകളെയാണെന്ന് പറയുന്നത് കാർഷികേതരം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ വരാൻ? ബാക്കിയുള്ള എല്ലാം വരും അല്ലേ? വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനമൊക്കെ എന്താണ്? ഫാക്ടറി തൊഴിലുകളൊക്കെ എന്താണ്? കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് കാർഷിക തൊഴിലുകളിൽ വരുന്നത്? ഏതൊക്കെയാണ്? നെൽകൃഷി, മത്സ്യകൃഷി എന്നിവയൊക്കെ എന്താണ്? കാർഷിക തൊഴിലുകളിൽ വരുന്നവയാണ് അല്ലേ? കൃഷികളൊക്കെ എന്താണ്? കാർഷിക തൊഴിലുകളാണ്. നെൽകൃഷി, മത്സ്യകൃഷി, അതുപോലെ തന്നെ എന്താണ്? പുഷ്പകൃഷി എന്ന് പറയാം അല്ലേ? പുഷ്പകൃഷി എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്? കോഴി വളർത്തൽ, അതുപോലെ തന്നെ പശു വളർത്തൽ അല്ലേ? കോഴി വളർത്തൽ, അതുപോലെ തന്നെ പശു വളർത്തൽ, മൃഗസംരക്ഷണം എന്നിവയൊക്കെ എന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്നവയാണ്. അതൊക്കെ എന്തിൽ വരുന്നവയാണ്? കാർഷിക തൊഴിലുകൾ വരുന്നവയാണ്. ഇനി കാർഷികേതര തൊഴിലുകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? കച്ചവടം, കെട്ടിട നിർമ്മാണം, അതുപോലെ തന്നെ അധ്യാപനം അല്ലേ? അധ്യാപനം എന്ന് പറയുന്നത് എന്താണ്? കാർഷികേതര തൊഴിലാണ് അധ്യാപനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ബാങ്കിങ് അല്ലേ? ബാങ്കിങ് എന്ന് പറയുന്നതും എന്താണ്? കാർഷികേതര തൊഴിലുകളാണ്. അതുപോലെ തന്നെ എന്താണ്? വസ്ത്രനിർമ്മാണം നമ്മൾ പറഞ്ഞു അല്ലേ? വസ്ത്രനിർമ്മാണം എന്നൊക്കെ പറയുന്നത് കാർഷികേതര തൊഴിലുകളാണ്. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ഇങ്ങനെ സ്വയമായിട്ട് വരുമാനം ലഭിക്കുന്ന കുറേ തൊഴിലുകളുണ്ട് അല്ലേ? ഇപ്പോൾ എന്തൊക്കെയാണ്? ചായപ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം, അതൊക്കെ അതുപോലെ തന്നെ എന്താ പറയുന്നത് 5,000 രൂപ 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ. അതായത് വീട്ടമ്മമാർക്കും ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? കുടുംബശ്രീ വഴിയൊക്കെ പലതരം യൂണിറ്റുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഈ ചാപ്റ്ററിൽ തൊഴിലുകളെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ വരുമാന സ്രോതസ്സുകൾ എന്താണെന്ന് നമ്മൾ ഓരോന്നിനെയും പ്രതിഫലം എന്താന്ന് പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്താണ്? വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ഇവിടെ പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? ഓരോ ജീവജാലങ്ങളും ചൂടിനെയും അതുപോലെ തന്നെ തണുപ്പിനൊക്കെ എങ്ങനെയാണ് മറികടക്കുന്നതെന്ന്, അതിജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നോക്കി ആടിൻ്റെ എന്തായിരിക്കാം? ആടിൻ്റെ രോമാവരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തത്തയുടെ തൂവലുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആമയുടെ പുറന്തോടുന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ എന്താണ്? കാലാവസ്ഥയിൽ നിന്നും ഒരു വസ്ത്രം പോലെ സംരക്ഷണം നൽകുന്നവയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആടിൻ്റെ രോമാവരണം, തത്തയുടെ തൂവൽ, ആമയുടെ പുറന്തോടൊക്കെ എന്താണ്? പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നവയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വസ്ത്രം വരുന്നതെന്ന് പറയുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം.
വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നത്. വേട്ടയാടിയിരുന്ന സമയത്ത് എങ്ങനെയാണ് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ വെച്ചിട്ടായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോല്, മൃഗങ്ങളുടെ തോല് എന്നിവ ഉപയോഗിച്ചൊക്കെ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, പല്ല് എന്നിവയൊക്കെ ഉപയോഗിച്ച് എന്തുണ്ടാക്കി? വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ, സൂചികൾ ഉണ്ടാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. അപ്പം മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ചാപ്റ്ററുകളിൽ നമ്മൾ SCRT എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കല്ലുകൾ ഓരോന്നും കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മിനുസപ്പെടുത്തിയ കല്ലുകളൊക്കെ ആയുധങ്ങളാക്കി തുടങ്ങിയ പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്ക് എത്തിയില്ലേ? അങ്ങനെ നവീന ശിലായുഗത്തിൽ എന്താണ് ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന സമയത്താണെങ്കിൽ കൽസൂചി ഉപയോഗിച്ചിട്ടായിരുന്നു വസ്ത്രങ്ങൾ തുന്നിയിരുന്നത്. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവരെങ്ങനെയാണ് എല്ലാം ഉപയോഗിച്ചല്ലേ? പുല്ലിലൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ എന്താണ് സൂചിയാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നത് എല്ലും പല്ലൊക്കെ ആയിരുന്നു. അതിനുശേഷം അവർ മിനുസപ്പെടുത്തിയ ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം കൽസൂചി ഉപയോഗിച്ചിട്ട് തുടങ്ങി അവർ വസ്ത്രങ്ങൾ തുന്നുന്നതായിട്ട് തുടങ്ങി. ഇനി നമുക്ക് നെയ്ത്ത് വിധിയിലേക്ക് എങ്ങനെയാണ് പോയിരുന്നതെന്ന് നമുക്ക് നോക്കാം. ചുറ്റുപാടുകളിൽ നിന്നും ശേഖരിച്ച നാരുകളാണ് ആദ്യമായിട്ട് വസ്ത്രനിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണിയാക്കുന്ന വിധിയാണെന്ന് പറയുന്നത് നെയ്ത്ത് എന്ന് പറയുന്നത് അല്ലേ? നൂലുകളെ, അതായത് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ചിട്ട് നീളമുള്ള നൂലുകളാക്കി മാറ്റും. എന്നിട്ട് ഈ നൂലുകൾ ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിധിയാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധു നദീതടത്തിലെ വസ്ത്രം പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളായിട്ട് നിർമ്മിച്ചിരുന്നതായിട്ട് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായിട്ട് കരുതുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിൽ അറിയാലേ പ്രാചീന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ അവിടെയും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതിന് തെളിവുകൾ എന്ന് പറയുന്നത് ഈ കുപ്പായമണിഞ്ഞ ശില്പങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? കുപ്പായമണിഞ്ഞ പ്രതിമകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അവരും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്, വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ പരുത്തി എന്ന് പറയുന്നത് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായിട്ടും കാണപ്പെട്ടിട്ടുണ്ട്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂല് ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂല് കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിനിടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. മനുഷ്യരുടെ വസ്ത്ര ആവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴി തെളിയിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂല് ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളെയാണ് കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ മൃഗങ്ങളുടെ തോലൊക്കെ വെച്ചിട്ടായിരുന്നു ഒരു വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഈ നാരുകൾ കണ്ടെത്താണ് അങ്ങനെ നെയ്ത്ത് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ നെയ്ത്ത് ഉണ്ടാക്കിയ ഡ്രസ്സാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ടതെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ നെയ്ത്തുകൾക്ക് കുറച്ചും കൂടി പ്രചാരം ലഭിക്കുകയാണ്. അങ്ങനെ നൂല് ഉപയോഗിച്ചിട്ട് കൈത്തറിയിൽ നെയ്യുന്ന തുണികളെ നിന്ന് വിളിച്ചു കൈത്തറി തുണികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ വ്യാപാരത്തിലായി. അപ്പോൾ നിറം നൽകുവാൻ എന്ത് ലഭിച്ചു? നീലം ചെടിയിൽ നിന്ന് ലഭിച്ചു അല്ലേ? ചായം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് പറയുന്ന ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചത് എന്തായാലും വെക്കണം. പരുത്തി എന്ന് വെച്ചാൽ എന്താണ്? പരുത്തി എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയിട്ടാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? പരുത്തി എന്ന് പറയുന്നത് പണ്ട് തന്നെ ഉപയോഗിച്ചിരുന്ന സംഭവമാണ്. പരുത്തി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഈ പരുത്തി ചെടിയിൽ നിന്നും പഞ്ഞി നൂലാക്കിയിട്ടാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഇനി ചണമാണ് കൂടുതലും ചോദിക്കുക അല്ലേ? ചണത്തണ്ടിൽ നിന്നൊക്കെ നമുക്ക് ചണം ലഭിച്ചിട്ടുണ്ട് അല്ലേ? ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത്. പ്രകൃതിദത്ത നാരും ചോദിച്ചാൽ എന്താണ്? ചണമാണ്. ലോകത്തെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ടമായ ഗംഗാതീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായിട്ട് ഇന്ത്യയിൽ ധാരാളമായിട്ട് ചണം കൊണ്ടുപോയിരുന്നു. ഇന്ത്യയിൽ
ഇന്ത്യയിൽ നിന്നും ധാരാളം ചണം കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാലേ, തണ്ടുകളിൽ നിന്നും തണ്ട് പിഴിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടൊക്കെയാണ് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, ചണം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്താണ്? നീലം ചെടി. നീലം ചെടി കളർ നൽകാനാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുവാനായിട്ട് നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആദ്യം തന്നെ നീലം ചെടിയിൽ നിന്ന് എന്ത് ലഭിച്ചു? നീലങ്ങൾ ചായം ലഭിച്ചു അല്ലേ. അതിനുശേഷമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവയ്ക്ക് എന്താണ്? പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവയ്ക്ക് എന്താണ്? പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. കണ്ണൂരും എന്ത് കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. ഇനി നമുക്ക് ഓരോ യന്ത്രങ്ങളുടെയും കണ്ടുപിടുത്തത്തൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്, സ്പിന്നിങ് ജെന്നി ആരാണ് കണ്ടുപിടിച്ചത്? സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയത്. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ ചെരുമുടി ചെറുക്കാനൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം ഉൽപാദനം വേഗത്തിലാക്കി. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ഓക്കെ. ജനസംഖ്യയിലെ വർധനവ്, വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യ പ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. അങ്ങനെ എന്താണ് യന്ത്രത്തറി? യന്ത്രത്തറി എന്ന് പറയുന്നത് ആരാണ് കണ്ടുപിടിച്ചത്? എഡ്മണ്ട് കാർട്ട്റൈറ്റ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. യന്ത്രത്തറി കണ്ടുപിടിച്ചത് പവർലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയും മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെയും സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് യന്ത്രത്തറിക്ക് കഴിയും. അപ്പോൾ യന്ത്രത്തറി എന്ന് പറയുന്നത് കൈത്തറി എന്ന് വെച്ചാൽ കൈകൊണ്ട് ഉണ്ടാക്കുന്നതായിരുന്നു. യന്ത്രത്തറി എന്ന് വെച്ചാൽ എന്താണ്? യന്ത്രം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി സ്പീഡാക്കി മാറ്റുന്നു, മനസ്സിലായി. അപ്പോൾ യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. യന്ത്രവൽക്കരണത്തിന് ഫലമായിട്ട് കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക് വിറ്റഴിച്ചു. അപ്പോൾ യൂറോപ്യർ എന്ന് പറയുന്നത് ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ് അല്ലേ. യൂറോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിയവരെയാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗലിൽ നിന്ന്, ഡച്ചുകാർ നെതർലാൻഡിൽ നിന്ന്, ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്ന്, ഫ്രഞ്ചുകാർ ഫ്രാൻസിൽ നിന്ന്. അപ്പോൾ എന്താണ് പറയുന്നത്? യൂറോപ്പ് എന്ന് വെച്ചാൽ ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ്. ഈ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നതാണ് എന്തൊക്കെ? പോർച്ചുഗൽ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഒക്കെ എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവിടെ നിന്നും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എങ്ങോട്ടെത്തി? ഇന്ത്യയിലേക്ക് എത്തി അല്ലേ. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായിട്ട് എത്തി. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്ന ആരാണ്? ഇംഗ്ലീഷുകാർ. നമുക്കറിയാം അല്ലേ. ബ്രിട്ടീഷ് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ആരായിരുന്നു? ഇംഗ്ലീഷുകാരായിരുന്നു. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണ രംഗത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തുയന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകുവാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. കൃത്രിമ ചായങ്ങൾ അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങി എന്നും പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണവൈവിധ്യം എങ്ങനെയാണ്? ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയവയായിരിക്കാം. അപ്പോൾ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുണ്ടായിരിക്കുക? യന്ത്രങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധന അല്ലേ. വസ്ത്രം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് പറ്റി. അതുപോലെ തന്നെ മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ് യന്ത്രങ്ങൾ ഉപയോഗിച്ചതോടുകൂടി. അതുപോലെ തന്നെ വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം, പിന്നെന്താണ്? ഉൽപ്പാദന ചെലവ് കുറയും അല്ലേ. ഉൽപ്പാദനക്ഷമത വർദ്ധിക്കും. ഇതൊക്കെ വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്.
ഇനി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പ്രകൃതിദത്ത നാരുകൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നവയാണ് പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജന്തുക്കളിൽ നിന്ന് ചെമ്മരിയാടിൽ നിന്നും കമ്പിളി നാര് ലഭിക്കുന്നുണ്ട്. ചെമ്മരിയാടിൽ നിന്നും കമ്പിളി നാര് ലഭിക്കുന്നുണ്ട്. പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാര്, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നുണ്ട്. ഇനി സസ്യങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിലോ പരുത്തി, ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിദത്ത നാരുകൾ എന്ന് വെച്ചാൽ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകളാണ്. ജന്തുക്കളാണെന്നുണ്ടെങ്കിൽ ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാര് ലഭിക്കുന്നുണ്ട്. പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാര് നിർമ്മിക്കുന്നുണ്ട്. സസ്യങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിലോ പരുത്തി, ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും അതുപോലെ തന്നെ ചണനാരും നിർമ്മിക്കുന്നുണ്ട്. ഇനി കൃത്രിമ നാരുകൾ എന്ന് വെച്ചാൽ എന്താണ്? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്നുള്ള ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. അതാണ് പറയുന്നത്, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോളിയം പോലുള്ള വസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെലവ് കുറവാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചുളിവും ഉണ്ടാവില്ല. ഏതൊക്കെയാണ് കൃത്രിമ നാരുകൾ? പോളിസ്റ്റർ, നെയ്ലോൺ, റയോൺ എന്നിവയൊക്കെ എന്താണ്? കൃത്രിമ നാരുകളാണ്. പോളിസ്റ്റർ, നെയ്ലോൺ, റയോൺ എന്നിവയൊക്കെ എന്താണ്? കൃത്രിമ നാരുകളാണ്. ഇപ്പം നമുക്ക് ഓരോ ജീവികളിൽ നിന്ന് ലഭിക്കുന്നത് ഇവിടെ പറയുന്നുണ്ടോ? പ്രകൃതിജന്യ നാരുകൾ എന്ന് പറയുന്നത് ഓരോ ജീവികളിൽ നിന്ന് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് പറയുന്നത് നോക്കിയൊക്കെ. കമ്പിളിൽ നിന്ന് കമ്പിളി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ചെമ്മരിയാടിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, കമ്പിളി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ചെമ്മരിയാടിൽ നിന്നാണ് കമ്പിളി ലഭിക്കുന്നത്. ചെമ്മരിയാടിൽ നിന്നാണ് കമ്പിളി ലഭിക്കുന്നത്. പട്ടുനൂൽ പുഴുവാണ്. അതുപോലെ തന്നെ പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കും. ചണം എന്ന് പറയുന്നത് ചണച്ചെടിയിൽ നിന്ന് ലഭിക്കും അല്ലേ. ചണം എന്ന് പറയുന്നത് ചണച്ചെടിയിൽ നിന്നും ലഭിക്കും. വസ്ത്രങ്ങളിലെ വൈവിധ്യം. വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളെല്ലാം നമ്മൾ ധരിക്കുന്നത്. നമുക്ക് ഓരോ കാലാവസ്ഥയിലും വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കില്ലേ. അപ്പോൾ അങ്ങനെ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ റെയിൻ കോട്ട് നമ്മൾ ധരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വസ്ത്രങ്ങളും ഓരോ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ ധരിക്കുന്നത് അല്ലേ. അങ്ങനെ കാലാവസ്ഥ, ആചാരം, അധികാര സ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയെല്ലാം ഈ വൈവിധ്യം കാണാനായിട്ട് കഴിയും. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാമല്ലേ, ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലാണെന്നുണ്ടെങ്കിലും വളരെയേറെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് അല്ലേ. കാലാവസ്ഥ, യാത്ര തിരഞ്ഞെടുക്കുന്നതിനുള്ള സൗകര്യമൊക്കെ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം ധരിക്കുന്നവരാണ് നമ്മളിൽ അധികവും. അതുപോലെ തന്നെ എന്താണ്, കലാരംഗത്ത് പലതരത്തിലുള്ള വസ്ത്രവൈവിധ്യം കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. ഓരോ കലാരൂപങ്ങൾക്കും ഓരോ വസ്ത്രവൈവിധ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന്. ഇനി വസ്ത്രധാരണത്തിൽ വിവേചനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? 1859 നമുക്കറിയാം ചാനാർ ലഹള നടന്നൊരു സമയമായിരുന്നു. മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി ചാനാർ ലഹള എന്ന് പറയുന്ന ഒരു സമരം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അന്ന് ജാതി വ്യവസ്ഥയിലും എന്താണ്, സ്വന്തം ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും ധരിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരുവിതാംകൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. അപ്പോൾ തിരുവിതാംകൂർ എന്ന് പറയുന്നത് എന്താണ്? തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശം, മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗം, ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയൊക്കെ എന്താണ്, തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടതാണ്. 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറി. ഓക്കെ, ഇനി എന്താണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് അല്ലേ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറിമറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. സവർണർക്ക് മാത്രമല്ലേ, അവർണർക്കൊന്നും എന്തുണ്ടായിരുന്നില്ല, മുണ്ട് മേൽമറക്കുന്നതിനോ അതുപോലെ തന്നെ മാറിമറിക്കുന്നതിനുള്ള അവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1859 സമരം നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ഇനി വസ്ത്രം ഒരു സമരായുധമായിട്ടും ഉപയോഗിച്ചു
ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. ഗാന്ധിജി വസ്ത്രങ്ങളെ ഒരു സമരായുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏത് സത്യാഗ്രഹത്തിലായിരുന്നു നമുക്ക് നോക്കാം. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായ വസ്ത്രം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഗാന്ധിയും അതെന്തൊക്കെയാണ്, ഗാന്ധിജി എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണമൊക്കെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഖാദി ഉപയോഗിക്കാനും ചർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ എന്നാണ് പറഞ്ഞത്, വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കിയ ഖാദി വസ്ത്രങ്ങളാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. അപ്പോൾ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന് പ്രത്യേകമായിട്ട് എന്തായി മാറി? ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായിട്ട് മാറിയില്ലേ. നോക്കിയ ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്ന ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചർക്കയിൽ നിൽക്കുന്ന ഗാന്ധിജിയുടെ പിക്ചറും നൽകിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എന്താണ് സമരായുധമാക്കി മാറ്റാണ് അല്ലേ വസ്ത്രം എന്ന് പറയേണ്ട. ഖാദി ഉപയോഗിക്കാൻ പറഞ്ഞു, വിദേശ വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ലേ. അപ്പം എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് വെച്ചാൽ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക ചെയ്യുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ആചരിച്ചു വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 7 പ്രത്യേകത എന്താണ് ചോദിക്കാറുണ്ട് അല്ലേ. ദേശീയ കൈത്തറി ദിനമാണ് ഓഗസ്റ്റ് 7. കാരണം എന്താണ്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അന്നാണ് ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സ്വദേശി നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കുക അല്ലേ. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വദേശി നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കുക. അത് കാരണം തന്നെ ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി എന്താണ് ഖാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്? 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നും ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. അപ്പോൾ 1918 അദ്ദേഹം ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇനി നമുക്കറിയാം വസ്ത്രധാരണ രംഗത്ത് പുത്തൻ പ്രവണതകളൊക്കെ കാണുന്നുണ്ട്. വസ്ത്രധാരണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലൊക്കെ ഉപയോഗത്തിലും ദിനപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലതരം ഓരോ വസ്ത്രങ്ങൾ എന്താണ് കൃത്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സിനിമ കണ്ടിട്ട് അതുപോലെ തന്നെ വസ്ത്രം വേണമെന്ന് പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ വസ്ത്രങ്ങളെ തിരഞ്ഞെടുപ്പിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി തുടങ്ങിയ മേഖലകളൊക്കെ ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഒക്കെ നമുക്കറിയാം ഇന്ന് വളരെ നല്ലൊരു ഇതായിട്ട് മാറുന്നൊരു മേഖലയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖല ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നെയ്ത്ത്, നൂൽനൂൽപ്പ്, ചായം മുക്കൽ, ഡിസൈനിങ്, എംബ്രോയിഡറി, തുന്നൽ, വസ്ത്രാലങ്കാരമൊക്കെ എന്താണ് വസ്ത്രധാരണ രംഗത്തുള്ള തൊഴിൽ സാധ്യതകളാണ് അല്ലേ. ഏതൊക്കെയാണ്? നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായം മുക്കൽ, നൂൽനൂൽപ്പൊക്കെ അത് ആണ് അങ്ങനത്തെ മേഖലകളാണ്. ഇനി ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നുണ്ടല്ലേ. ഇത് പരിസ്ഥിതിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു പ്രധാനം കൊടുത്തിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല അല്ലേ. ഇപ്പോൾ സൗന്ദര്യത്തിനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ഭൂപ്രകൃതിയും കാലാവസ്ഥ നിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലൊക്കെ സ്വാധീനം ചെലുത്തി മാറി വരുന്ന സൗന്ദര്യ സങ്കല്പം, സാംസ്കാരിക വൈവിധ്യങ്ങളൊക്കെ ഈ വസ്ത്രധാരണയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.